ഗസയിലുണ്ടായ ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ മുതിർന്ന കമാൻഡർ റഫ സലാമ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു. ബിബിസിയും റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഹമാസിന്റെ ഖാൻ യൂനസ് ബ്രിഗേഡ് കമാൻഡർ റഫ സലാമ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് അസായുധ വിഭാഗത്തിന്റെ തലവൻ മുഹമ്മദ് ഡീഫിനെയും ലക്ഷ്യമിട്ടിരുന്നു എന്ന് ഇസ്രയേൽ സൈന്യം അറിയിക്കുകയായിരുന്നു. ഹമാസ് എന്നാൽ ഈ റിപ്പോർട്ടുകൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഖാൻ യൂണിസിലെ നിയുക്ത മാനുഷിക മേഖലയിലുള്ള കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്കുള്ള ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 90 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 289 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഹമാസിന്റെ മുതിർന്ന നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ പറഞ്ഞു. എന്നാൽ ഈ അവകാശവാദം തെറ്റാണെന്നാണ് ഹമാസിന്റെ വാദം. കൊല്ലപ്പെട്ടെന്ന് പറയപ്പെടുന്ന റഫ സലമ മുഹമ്മദ് ഡീഫിന്റെ ഏറ്റവും അടുത്ത കൂട്ടാളികളിൽ ഒരാളാണ് എന്നും 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിൽ പങ്കാളിയാണെന്നും സൈന്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ മരണം ഹമാസിന്റെ സൈനിക ശേഷിയെ ഗണ്യമായി തടസ്സപ്പെടുത്തുമെന്നാണ് IDF പറഞ്ഞത്. ഹമാസ് ഈ വിവരം സ്ഥിരീകരിച്ചിട്ടില്ല. ആക്രമണത്തെ തുടർന്ന് ഡീഫും സലാമയും പരാജയപ്പെട്ടുവെന്ന് ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഞങ്ങൾ ഹമാസിന്റെ എല്ലാ മേധാവികളെയും വധിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. മുഹമ്മദ് ഡെയ്ഫ് സുരക്ഷിതനാണ് എന്ന് ഹമാസ് അറിയിച്ചിരുന്നു. റഫ സലാമയുടെ കാര്യത്തിൽ വ്യക്തതയില്ല. കൊല്ലപ്പെട്ടെന്ന് പറയപ്പെടുന്ന ഈ റഫ സലാം ആരാണ്? തെക്കൻ നഗരമായ ഖാൻ യൂണിസിൽ ഖസാം ബ്രിഗേഡിന്റെ സൈനിക കമാൻഡറായി ജോലി ചെയ്ത ആളാണ് സലാമ. അദ്ദേഹത്തിന്റെ അമ്മാവൻ ജവാദ് അബു ഷംല ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗവും ഗസയിലെ ഗ്രൂപ്പിന്റെ നേതാവായ യഹിയ സിൻവറുമായി അടുത്ത ബന്ധം പുലർത്തിയതുമായും റിപ്പോർട്ടുണ്ട്. സലാമയുടെ കുടുംബത്തിലെ പലരും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുള്ളത്. 2005 ഒമർ തബാഷ് ഓപ്പറേഷൻ, 2007 അഹമ്മദ് അബു തഹൂൻ ഓപ്പറേഷൻ, 2006 ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലിത്തിനെ പിടികൂടിയത് ഉൾപ്പെടെ ഇസ്രായേൽ സൈനികർക്കെതിരായ മുൻ ആക്രമണങ്ങൾക്ക് ഉത്തരവാദി സലാമയാണെന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു. അൽ അറബി അൽ ജദീദ് എന്ന വെബ്സൈറ്റാണ് റിപ്പോർട്ട് ചെയ്തത്. 2021 ഇസ്രായേൽ സൈന്യം ഗസയിലെ സലാമയുടെ വീട് തകർക്കാൻ തുനിഞ്ഞിരുന്നു. അന്ന് തലനാരിഴയ്ക്ക് സലാമ രക്ഷപ്പെടുകയായിരുന്നു എന്നും ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗസയിൽ ഏകദേശം 10 മാസത്തോളം നീണ്ടുനിന്ന പോരാട്ടങ്ങൾക്കിടയിലും വർഷങ്ങളായി രാജ്യത്തിന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഹമാസിന്റെ മുൻനിര നേതാക്കളെ ആരെയും വധിക്കാൻ ഇസ്രായേലിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിൽ 38,000-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 10,000-കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ എൻക്ലേവിലെ 2.3 ദശലക്ഷം ജനങ്ങളും കുടിയിറക്കപ്പെടുകയും ക്യാമ്പുകളിൽ കഴിയുകയും ചെയ്യുകയാണ് ഇപ്പോൾ.